എല്ലാവർക്കും നമസ്കാരം. എന്നെ പറയാൻ പോകുന്നത്, നമുക്കൊരു വേദി കിട്ടുകയാണ്. ഓണത്തിന് ഒരു ആശംസാ പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി ഒരു വേദി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന്. നമുക്കൊരു വേദി കിട്ടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സദസ്സിനെ വന്ദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സദസ്സിനെ വന്ദിച്ചുകൊണ്ട് ഓണത്തിൻ്റെ വരും വരവിനെക്കുറിച്ചും അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തലുകൾ, ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീകം, എന്തിനുള്ളതായ ഒരു പ്രതീകമാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതീകമാണ് ഓണം എന്നുള്ളത് പറയേണ്ട അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഈ ഓണത്തിന് നമുക്കെടുക്കാവുന്നതായ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല ആശയം, നല്ലൊരു സന്ദേശം അവരുമായിട്ട് പകരേണ്ടത് അത്യാവശ്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദസ്സിന് ഒരിക്കൽ കൂടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെച്ചിട്ട് നമ്മളൊരാശംസാ പ്രസംഗം ഒരുപാട് ദീർഘിപ്പിക്കാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തി ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തണം. അതാണ് ഓണത്തിന് നമുക്കൊരു ആശംസാ പ്രസംഗം എങ്ങനെ തയ്യാറാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ നടത്താം എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ 4 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സദസ്സിനെ വന്ദിക്കണം. വന്ദിച്ചിട്ട് എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഓണത്തിൻ്റെ വരവിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നതായ ഓണത്തെക്കുറിച്ചും ഒന്ന് അവരോട് പറയേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹവും സാഹോദര്യവും സമത്വവും നിലനിന്നിരുന്നതായ മാവേലിയുടെ കാലഘട്ടം. അതുപോലെ തന്നെ മൂന്നാമത്, നമുക്ക് നല്ലൊരു സന്ദേശം അവർക്ക് പകർന്നു കൊടുക്കണം. ഒന്നായിരുന്നു എന്നുള്ളൊരു സന്ദേശമാണെങ്കിലും അത് നല്ലതാണ്. എല്ലാവരും ഒന്നായിരുന്നു, ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നായിരുന്നു എന്നുള്ളൊരു സന്ദേശം പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും ആഘോഷിച്ചിരുന്നതായ നമ്മുടെ ആ ദേശീയോത്സവമായിരുന്നു ഓണം എന്നുള്ളതിനെപ്പറ്റി ഒരു നല്ല സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കണം. സദസ്സിനെ ഒരിക്കൽ കൂടെ ആ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് വേണം അവസാനിപ്പിക്കാൻ.